ചായ കുടിക്കാതെ അങ്ങനെ ഇവിടെ വെച്ചാൽ മതി. ഞാൻ തന്നെ ചായ കളഞ്ഞ് ഗ്ലാസ് കഴി അകത്തോണ്ട് വെച്ചേക്കാം. പാലെടുത്ത് മോശമാക്കി കളഞ്ഞതിന് ഒരു ക്ഷമയും പറഞ്ഞേക്കാം. ആദ്യം എന്തായാലും ഒന്ന് കുടിച്ചു നോക്കട്ടെ, എന്നിട്ടല്ലേ കളയണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. കളയണ്ട, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാനിടുന്നത് പോലൊന്നും ആയിട്ടില്ല. അതല്ലെങ്കിലും നിങ്ങൾ ഈ പെൺവർഗങ്ങളെ ഈ പാചകത്തിന്റെ ക്രെഡിറ്റ് ഒക്കെ ആണുങ്ങൾക്ക് വിട്ടുകൊടുക്കുവോ? അതിപ്പോ എത്ര നല്ലതായിട്ടുണ്ടാക്കിയാലും നിങ്ങളിട്ട് സമ്മതിച്ചു ചേർത്തുമില്ല. സത്യാമ്മേ, വെള്ളം. വെള്ളം വേണ്ട പൊന്നി, അതകത്ത് വെച്ചേക്ക്. പിന്നെ രാഘവേട്ട, ഇന്നത്തെ കച്ചവടം വലിയ കുഴപ്പമില്ലാതെ പോയി. കാര്യമായിട്ട് ബിസിനസ് ഒന്നും നടന്നില്ലെങ്കിലും ഏകദേശം ഇതിന്റെ റൂട്ടൊക്കെ ഒന്ന് മനസ്സിലായി. ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കുന്ന അനുസരിച്ചാണ് ഭാമേ നമ്മൾ അതിനെ അറിഞ്ഞു തുടങ്ങുന്നതേ. അറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാലോ അത് കൈകാര്യം ചെയ്യാൻ വലിയ പ്രയാസവും ഉണ്ടാവില്ല. കച്ചവടം മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ. ഭാമേ, ഞാൻ ചിന്തിക്കുമായിരുന്നേ, നമ്മൾ നല്ല നിലയിൽ കഴിഞ്ഞ സമയത്തെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമെന്നോ, ഭാമ ഇങ്ങനെ വീട് വിടാൻ നേരം കാര്യം കച്ചവടം ചെയ്യേണ്ടി വരുമെന്നൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ വരുന്നവരെ ഭാമ വീട്ടിൽ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ പകല് വീടും സ്ഥലമൊക്കെ നോക്കി വെച്ചേ രാത്രി കക്കാൻ വരുന്നവർ കൂട്ടത്തിലുള്ളവരാ ഈ വരുന്നെന്നും പറഞ്ഞ് എത്ര പേരെയാ ഭാമ ചീത്ത പറഞ്ഞ് ഓടിച്ചേക്കുന്നത്. ഇത് കാലത്തിന്റെ ഒരു കോമാളിക്കളിയാ. ആ ഒരു രീതിയിലേക്ക് ഭാമയെയും ഈശ്വരൻ കൊണ്ട് എത്തിച്ചേക്കുമല്ലയോ. ഇനി അങ്ങനെ നടക്കുമ്പോ ഭാമ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഭാമ ഇത് കാര്യമാക്കണ്ട. നമ്മളെറിഞ്ഞ ഓരോ കല്ലുകള് തിരിച്ചു വരുന്നതാ. പുറം കാണിച്ചു കൊടുക്കുക അല്ലാതെ മറ്റൊരു നിർവാഹവും ഇല്ല. സത്യാമ്മേ, വിവാഹം ഉടനെ വേണ്ടെന്ന് ബാപ്പച്ചി തീരുമാനിച്ചു. തുടർന്ന് പഠിക്കാനും പറഞ്ഞു. അത് വളരെ സന്തോഷം തരുന്ന വാർത്തയാണല്ലോ. അങ്ങനെ ബാപ്പച്ചിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അല്ലേ? അതെ അതെ, ആരോ ബാപ്പച്ചിക്ക് ഇക്കാര്യത്തിൽ ശരിക്കും ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പെട്ടെന്നൊന്നും ബാപ്പച്ചിയുടെ തീരുമാനത്തിൽ നിന്ന് മാറുന്ന ആളല്ല. അതാരായിരിക്കും എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആരായാലും ഞങ്ങളെ തോറുന്ന സന്തോഷം പഴയപോലെ തിരിച്ചു വന്നല്ലോ. ഞങ്ങൾക്ക് അത് മതി. പിന്നെ അറിഞ്ഞുട്ടോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വിവരം? ഒന്ന് ചെയ്തു നോക്കി, വലിയ കുഴപ്പമില്ല, കച്ചവടം കിട്ടും. ഇങ്ങനെ ഇതെല്ലാം പുറത്തുനിന്ന് വാങ്ങി കൊടുക്കുന്നതിന് പകരം ഇതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ടാക്കി കിട്ടുന്ന ലാഭം ഭയങ്കര വലുതായിരിക്കും. അതായത് ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി നമുക്ക് ഉണ്ടാക്കാം. മോളെ, അതൊക്കെ ചെയ്യാൻ ആള് വേണ്ടേ? പിന്നെ അതൊക്കെ ഉണ്ടാക്കാൻ അറിയാൻ വേണ്ടേ? അതിനിപ്പോ അറിയുന്ന ഒരാളെ വെച്ചാലും മതി. വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഡിമാൻഡ് കൂടുതലാ. സത്യമ്മ അങ്ങനെ എന്തെങ്കിലും നോക്ക്. ഓർഡർ ഒക്കെ നമുക്ക് കൊണ്ടുവരാന്നേ. എന്നാ പിന്നെ നമുക്ക് അതുകൂടി നോക്കാം അല്ലേ? 100 പറഞ്ഞാ പിന്നെ അതിനെതിരില്ലല്ലോ.